പെട്ടെന്നൊരു ദിവസം ഒരു ബാങ്കിൻ്റെ റിക്കവറി ടീംസ് നിങ്ങളെ സമീപിച്ചിട്ട് നിങ്ങളുടെ പേരിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് ഡ്യൂ ആയിട്ടുണ്ടെന്ന് പറയുന്നു. അതും നിങ്ങൾ അറിയാത്തൊരു ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. നിങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ അത് ഡ്യൂ ആയിട്ടുണ്ടെന്ന് പറയുന്നു. അതും ചെറിയ എമൗണ്ട് ഒന്നുമല്ല, ഏകദേശം 14 ലക്ഷം രൂപയോളം ഡ്യൂ ഉണ്ടെന്ന് പറയുന്നു. അത് എത്രയും വേഗം റീപേ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? ഷോക്കായി പോകുമല്ലേ? ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ ഇപ്പോൾ ആരെങ്കിലും ഒരു ഫേക്ക് കാർഡിൽ ഒരു ലോൺ എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടാകാം. അത് ഡ്യൂ ആയിട്ട് റിക്കവറി ടീംസ് നിങ്ങളെ സമീപിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിയുന്നത് തന്നെ. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളൊരു ഹോം ലോണൊക്കെ എടുക്കാനായിട്ട് ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ നിങ്ങളുടെ സിബിൽ സ്കോർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ലോൺ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്, അത് ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് ആ ഒരു സമയത്തായിരിക്കും അറിയുന്നത്. അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഒരു ന്യൂസ് എന്തായാലും കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിലാണ് സംഭവം. ഒരു വ്യക്തിയുടെ പേരിൽ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം എടുക്കാത്തൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഡ്യൂ ആയി. അതും ഏകദേശം 14,20,000 രൂപയുടെ ബില്ല് എമൗണ്ടാണ് ഡ്യൂ ആയിട്ട് വന്നത്. റിക്കവറി ടീംസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയുന്നത് തന്നെ. സോ ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് നോക്കാം. അവനാഷ് എന്നാണ് വ്യക്തിയുടെ പേര്. ബാംഗ്ലൂരിലൊരു ഫിൻടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ലൈഫൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫിലേക്ക് ഒരു പ്രശ്നം വരുന്നത് 2023 ജനുവരി മാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ എംപ്ലോയി എന്ന് പറയുന്നു, ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ പറയുന്നു. എന്നിട്ട് ഈ ഒരു അവിനാഷിൻ്റെ കയ്യിൽ നിന്നും ആധാർ, അതുപോലെ തന്നെ പേ സ്ലിപ്പ്, പിന്നെ പാൻ, അങ്ങനെയുള്ള പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം കാർഡ് ഇഷ്യൂ ചെയ്യപ്പെടുന്നില്ല, ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്നാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാർഡ് ഒന്നും തന്നെ കിട്ടില്ല എന്നാണ് അവിനാഷ് പറയുന്നത്. അതിനുശേഷം 2023 ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആയിട്ട് റിക്കവറി ടീംസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അറിയാതെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആയെന്നും അതിൽ ബില്ല് എമൗണ്ട് ഏകദേശം 14,20,000 രൂപയോളം ഡ്യൂ ആയെന്നും അവിനാഷ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ബാങ്ക് സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ബാങ്ക് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിനോട് അത് റീപേ ചെയ്യണമെന്ന രീതിയിൽ റിക്കവറി ടീംസ് പെരുമാറുകയും ചെയ്തു. പിന്നീട് 2023 മിഡിൽ അദ്ദേഹം സൈബർ പോലീസിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ജനറേറ്റ് ആയിട്ട് അത് ഡ്യൂ ആയത് മൂലം അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോറും മോശമായിരുന്നു. ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ റിക്കവറി ടീംസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഓപ്പൺ ആയതും അത് ഡ്യൂ ആയതും അദ്ദേഹം അറിയുന്നത് തന്നെ. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ സിബിലും കാര്യങ്ങളൊക്കെ മോശമായിരുന്നു, റിപ്പോർട്ടിൽ ഡ്യൂവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. സോ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ആക്സിസ് ബാങ്കിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ഞാൻ ഉപയോഗിക്കാത്തൊരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഡ്യൂ ആയി, എൻ്റെ സിബിൽ മോശമായെന്ന് പറഞ്ഞുകൊണ്ട് ആക്സിസ് ബാങ്കിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ആദ്യം ബാങ്ക് അതിൽ നടപടി എടുക്കാമെന്ന് പറയുന്നു. പിന്നീട് ബാങ്ക് സൈലന്റ് ആവുന്നു, റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ റിക്കവറി ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് കൺസ്യൂമർ കോഡിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. 2024 ബാംഗ്ലൂരിൽ കൺസ്യൂമർ കോഡിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു ബാങ്കിൻ്റെ എംപ്ലോയിയുടെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെതിരായിട്ട്. എന്നാൽ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് ഹിയറിംഗിന് വന്നപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ആരും ഹാജരായില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ബാങ്ക് പ്രോപ്പറായിട്ട് അത് പരിശോധിച്ചില്ല എന്നും പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തില്ല എന്നും ബെഞ്ച് വിലയിരുത്തി. അതുപോലെ തന്നെ ഈ ഒരു അവിനാഷ് ആ ഒരു ബാങ്ക് എംപ്ലോയിയുമായിട്ട് നടത്തിയ വാട്സപ്പിന്റെ ചാറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ റിക്കവറി ചെയ്ത റെക്കോർഡ്സും പിന്നെ പോലീസിന്റെ എൻഡോഴ്സ്മെന്റ് ഒക്കെ ചേർത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയാസ്പദമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ബെഞ്ച് വിലയിരുത്തുന്നു. അങ്ങനെ 2025 നവംബർ 25 വന്ന വിധി അനുസരിച്ച് ബാങ്കിന്റെ റിക്കവറി ശ്രമങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ആരും ഹാജരാകാത്തത് കൊണ്ട് പെനാൽറ്റി ആയിട്ട് ഒരു 2,000 രൂപയും ബെഞ്ച് ഇഷ്യൂ ചെയ്തു. സോ ഇതാണ് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു ന്യൂസ് റിപ്പോർട്ട്. ഇവിടെ ഈ ഒരു അവിനാഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ട്രൈ ചെയ്തു, പക്ഷേ അത് റിജക്റ്റ് ആയെന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത്. നമ്മളും പലപ്പോഴും ഈ രീതിയിൽ പല ക്രെഡിറ്റ് കാർഡുകൾക്കും പല ഏജൻസി നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അത് റിജക്റ്റ് ആയെന്ന് പറഞ്ഞുള്ള റെസ്പോൺസ് ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കുക പോലും ചെയ്യില്ല. ഒരു പക്ഷേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നമ്മളുടെ പേരിൽ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടോ ലോൺ അക്കൗണ്ടോ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാകാം. നമ്മൾ വിളിക്കുന്നത് ഒഫീഷ്യലായിട്ട് ബാങ്കിൻ്റെ എംപ്ലോയി ആണോ അല്ലയോ നമുക്കൊന്നും യാതൊരുവിധ ഉറപ്പുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു, അത് വെച്ച് ഫേക്ക് ആയിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി എന്ന് വരാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിനാഷ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നില്ല. ഇപ്പോൾ RBIയുടെ റൂളൊക്കെ അനുസരിച്ച് നമ്മുടെ പേരിൽ ഒരു ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിസീവ് ചെയ്ത് നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്ന് OTP അടിച്ച് നമ്മളുടെ സമ്മതം
സമ്മതം കൊടുത്താൽ മാത്രം അത് ആക്റ്റീവ് ആക്കാവൂ എന്നുള്ള റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ OTP കൊടുത്ത് കൺഫേം ചെയ്ത് ആക്റ്റീവ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ള ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എത്ര കമ്പനികൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? ഞാൻ ഒരു കമ്പനിയുടെയും പേരെടുത്ത് പറയുന്നില്ല. ചില NBFCകളൊക്കെ നമുക്ക് കാർഡ് അയക്കുമ്പോൾ തന്നെ അത് ആക്റ്റീവായിട്ടായിരിക്കും വരുന്നത്. പലരും ഇത് ഞാൻ ആക്റ്റീവ് ചെയ്തിട്ടില്ല, വെറുതെ കയ്യിൽ വെക്കാം എന്നൊക്കെ കരുതി കീപ്പ് ചെയ്യും. പക്ഷേ അത് ആക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ജോയിനിങ് ഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകാം. അത് ഡ്യൂ ആയിട്ട് വലിയ എമൗണ്ട് ആയിട്ട് മാറുമ്പോഴായിരിക്കും പലപ്പോഴും യൂസർ ഇങ്ങനെ അതിൻ്റെ ഒരു സത്യാവസ്ഥ തിരിച്ചറിയുന്നത്. സോ ഇവിടെ അവിനാഷിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കാർഡ് കിട്ടിയില്ല. പക്ഷേ അവിടെ ഒരു കാർഡ്, ഒരു ലോൺ അക്കൗണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച അവിടെ വ്യക്തമാണ്. ബാങ്ക് ഐഡന്റിറ്റി കൺഫർമേഷനും കാര്യങ്ങളൊന്നും അത് വ്യക്തമായിട്ട് ചെയ്തില്ല എന്നും അതേപോലെ തന്നെ ഫ്രോഡ് പ്രിവെൻഷനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നും നമുക്കത് ഈ ഒരു കേസിൽ വ്യക്തമാണ്. വന്ന ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ചാണ് കാര്യമെങ്കിൽ ഇതേപോലെ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് കൊടുക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് വഴിയോ, ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴിയോ മാത്രം കാർഡിനും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഒരു തേർഡ് പാർട്ടി വഴി അപ്ലൈ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കെയർഫുൾ ആയിരിക്കുക. പിന്നെ എന്തെങ്കിലും ഐഡന്റിറ്റി മിസ്യൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം അത് റിപ്പോർട്ട് ചെയ്യുക. അത് പോട്ടെ എന്ന് കരുതി ഇരിക്കരുത്. അത് എത്രയും വേഗം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം അത് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിൽ ഗൂഗിൾ പേ, ഫോൺ പേ, ടാറ്റ ന്യൂ, ക്രെഡ്, അങ്ങനെ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിപ്പോർട്ട് എടുത്തിട്ട് നിങ്ങളുടെ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡ് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടുകൾ മാത്രമാണോ ഉള്ളത്, അഡീഷണൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത എന്തെങ്കിലും ലോൺ അക്കൗണ്ടൊക്കെ റിപ്പോർട്ടിൽ കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിനെതിരെ ആക്ഷൻ എടുക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൗജന്യമായിട്ട് സിബിൽ സ്കോർ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് പരിചയപ്പെടുത്താം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ സ്കോർ തന്നെയാണ്. ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത് വൺ സ്കോർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്കത് ആപ്പ് ലഭ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ആക്സസ് ചെയ്യാം. നമുക്ക് വൺ സ്കോറിൽ 2 ക്രെഡിറ്റ് ബ്യൂറോകളുടെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. സിബിലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയനും അവൈലബിൾ ആണ്. ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം സിബിൽ സ്കോർ കാണാം, അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് സ്കോറും കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും. നമ്മളുടെ സ്കോർ ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ്സ് ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മളുടെ ലിമിറ്റ്, പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻസ്, ഏജ്, എൻക്വയറീസ്, പ്രൊഫൈൽ, അങ്ങനെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് ഓരോ ബ്യൂറോയുടെയും കിട്ടും. ഇപ്പോൾ ജിയോ ഫൈനാൻസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോം പേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ആക്സസ് ചെയ്യാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എക്സ്പീരിയൻസ് സ്കോറാണ് വരുന്നത്. നമ്മുടെ സ്കോർ നമുക്ക് കാണിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി, ക്രെഡിറ്റ് യൂസേജ്, പിന്നെ ക്രെഡിറ്റ് ഏജ്, ക്രെഡിറ്റ് മിക്സ് എന്നിങ്ങനെയുള്ള നമ്മളുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായി സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ആമസോൺ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആമസോൺ പേ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ആമസോൺ പേ എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കിട്ടും. ഇതിനകത്ത് നമുക്ക് സിബിൽ സ്കോറാണ് കിട്ടുന്നത്. ഈ ഒരു പേജിൽ നമുക്ക് ജസ്റ്റ് സ്കോർ മാത്രമാണ് കിട്ടുന്നത്. 799 സ്കോർ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് എടുത്താലും അവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടാകും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ റിപ്പോർട്ടായാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ജിപേയിൽ നമുക്ക് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ പോവുക. നമുക്ക് ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സിബിൽ സ്കോർ ആണ് ഗൂഗിൾ പേ ഓഫർ ചെയ്യുന്നത്. നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ കിട്ടും. ഇപ്പോൾ ടോപ്പിലായിട്ട് നമ്മുടെ സ്കോർ കാണിക്കും. എൻ്റെ 791 ആണ്, എക്സൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടും. ഇപ്പോൾ 1 മാസം ആകാറായി ഞാൻ റിപ്പോർട്ട് ചെക്ക് ചെയ്തിട്ട്. ഇപ്പോൾ മാസത്തിൽ ഒരു ഫ്രീ റിപ്പോർട്ടാണ് കിട്ടുന്നത്. അതിന് താഴെ നമുക്ക് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 143 പേയ്മെൻറ്റ്സും കറക്റ്റായിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മളുടെ യൂട്ടിലൈസേഷൻ, പിന്നെ ക്രെഡിറ്റ് എൻക്വയറി, അങ്ങനെയുള്ള ഫുൾ റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു ഫുൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫുൾ റിപ്പോർട്ടിലേക്ക് ലോഡാകും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി